ജാനകി സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതിൽ കേന്ദ്ര സെൻസർ ബോർഡിനെതിരെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. കേന്ദ്രം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയാണ്. കേന്ദ്രമന്ത്രി അഭിനയിച്ച സിനിമയ്ക്ക് പോലും രക്ഷയില്ലെങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്താകുമെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂവെന്നും മന്ത്രി വിമർശിച്ചു. ഒരു പേര് ഇട്ടതിന്റെ ഭാഗമായി ഒരു സിനിമ അത് പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകുന്നില്ല എന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറ്റം തന്നെയാണ്. ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, കേന്ദ്രത്തിലൊരു മന്ത്രി, ഒരു BJP നേതാവ് അഭിനയിച്ച ഒരു സിനിമയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? നട്രാജ് പരശുറാമൊപ്പം ലിഡിയ ജേക്കബും ചേരുന്നു. നട്രാജ്, എന്താണ് സജി ചെറിയാൻ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്? നമുക്കറിയാവുന്ന പോലെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ റിലീസ് നീളുകയാണ്. ഈ ചിത്രത്തിന് സെൻസർ ബോർഡിന്റെ ക്ലിയറൻസ് കിട്ടുന്നില്ല. പല കാരണങ്ങൾ സെൻസർ ബോർഡ് പറയുന്നുണ്ട്. സിനിമ കോടതിയിൽ കയറുകയും ചെയ്യുന്നു. ഈ കാര്യത്തിൽ സാംസ്കാരിക സിനിമാ മന്ത്രി നിലപാട് വ്യക്തമാക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമാണ്. അതായത് സിനിമാ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്നു. നല്ല സിനിമകൾ എടുക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ സെൻസർ ബോർഡ് ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നത് കേന്ദ്രമന്ത്രിക്ക് പോലും രക്ഷയില്ല എന്നുള്ളത് നമ്മൾ കാണുന്നു എന്നുള്ളത് അദ്ദേഹം സുരേഷ് ഗോപിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നു. കേന്ദ്രമന്ത്രി തന്നെ അഭിനയിച്ച സിനിമയ്ക്ക് ഇതാണ് സെൻസർ ബോർഡിന്റെ നയമെങ്കിൽ സാധാരണ സിനിമാ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ സാധാരണക്കാരോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. അദ്ദേഹം എമ്പുരാൻ സിനിമയിൽ വിവാദങ്ങളിൽ നടന്ന സംഭവങ്ങളും ഈ സൗണ്ട് ബൈറ്റിനൊപ്പം പരാമർശിക്കുകയുണ്ടായി. എമ്പുരാൻ സിനിമയിൽ എത്രയെത്ര വിമർശനങ്ങളാണ് വന്നത്, എത്രയെത്ര വെട്ടുകളും തിരുത്തലുകളും നടത്തിയാണ് പിന്നീട് സിനിമയ്ക്ക് വീണ്ടും ഇതിലേക്ക് വരേണ്ടി വന്നത്, സിനിമാ തിയേറ്ററിലേക്ക് വരേണ്ടി വന്നത് എന്നും സജി ചെറിയാൻ ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും സിനിമയ്ക്കും ഒപ്പം നിൽക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കുന്നുണ്ട്. സിനിമാ പ്രവർത്തകർക്കൊപ്പമാണ് താനുള്ളതെന്നും മന്ത്രി പറയുന്നുണ്ട്. ശരി, നടരാജാണ് വിവരങ്ങൾ നൽകിയത്. ലിഡിയ ജേക്കബ് കൂടിയോടൊപ്പം കൊച്ചിയിൽ നിന്ന്. ലിഡിയ, ഇതിന്റെ ഒരു ലീഗൽ സ്റ്റാറ്റസ് എന്താണ് ഇപ്പോൾ? കോടതി നിഷാദ്, 2 തവണയാണ് ഒരു വിമർശനാത്മക സ്വഭാവത്തിൽ കോടതി ഇതിനെ സമീപിച്ചത്. 2 തവണയാണ് പ്രധാനമായും ഒരു വാദങ്ങൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചപ്പോൾ നടന്നത്. അതായത് ഒന്ന് വെള്ളിയാഴ്ചയായിരുന്നു കേസ് പരിഗണിച്ചത്. പിന്നീട് അത് ഇന്നലെ പരിഗണിക്കാൻ മാറ്റി. ഇന്നലെ പരിഗണിച്ചപ്പോഴും കോടതി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇത് മതപരമായിട്ടുള്ള ഒരു കാര്യമാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒരു പേര് എന്നാണെങ്കിൽ അത് എങ്ങനെ ഒരു മതവുമായി അതിനെ കൂട്ടിക്കെട്ടാൻ സാധിക്കും എന്ന് കോടതി ഇന്നലെ ചോദിച്ചിരുന്നു. അതായത് ഒരു ജാനകി എന്നുള്ള പേര് സാധാരണഗതിയിൽ മറ്റു പേരുകൾ കൂടി, അതായത് ഇന്ത്യയിലെ എല്ലാ ഒരു 90% പേരുകളും ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ദൈവങ്ങളുടേതുമായി ബന്ധപ്പെട്ടുള്ള പേരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പേരിടാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അത് ഏത് രീതിയിൽ അത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതെങ്ങനെ ഒരു യുക്തി ഭദ്രമാകുമെന്നുള്ള ചോദ്യമാണ് കോടതി ഉന്നയിച്ചത്. അത്തരത്തിലുള്ള ഒരു വാദം തന്നെയായിരുന്നു, അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പരിഗണിച്ചപ്പോഴും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നിലവിൽ ഹർജി പരിഗണനയിലിരിക്കുകയാണ്. അടുത്ത ദിവസം ഒന്നുകൂടി ഇത് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം സെൻസർ ബോർഡിനോട് ഒരു വിശദീകരണം ചോദിച്ചിരുന്നു, ഒരു റിപ്പോർട്ട് തേടിയിരുന്നു കോടതി. അതായത് ഒരു റിവ്യൂ കമ്മിറ്റി, അതായത് സെൻസർ ബോർഡിന്റെ റിവ്യൂ കമ്മിറ്റി മുംബൈയിൽ ഒരു സ്ക്രീനിംഗ് നടത്തിയിരുന്നു. രണ്ടാമത് ഈ സിനിമ കണ്ടിരുന്നു. അതിനുശേഷം അതിന്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ സെൻസർ ബോർഡിനോട് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച അത് സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ സെൻസർ ബോർഡ് ഇതുവരെയായിട്ടും അത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അത് സമർപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുകൂടി കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് പരിഗണിക്കുമ്പോൾ ആ ഒരു റിപ്പോർട്ട് കൂടി കോടതി പരിഗണിക്കും, അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ അതുകൂടി കോടതി പരിഗണിക്കും. പക്ഷേ കോടതിയും ഇത്തരത്തിലൊരു കാര്യം പറയുന്നത് എങ്ങനെ ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനാകും, അതും ഒരു പേര്, അതായത് ഏതെങ്കിലും ഒരു മതവുമായി ആ പേരിനെ എങ്ങനെ കൂട്ടി കെട്ടാനാകും എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. മാത്രമല്ല ഒരു കോടതിയുടെ പരിഗണനയിൽ മാത്രമല്ല വലിയ വിമർശനങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്നും ഒപ്പം സമൂഹത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്നും വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ഇന്നലെ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അമ്മ, ഫെഫ്ക, ഒപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ ഇന്നലെ പ്രതിഷേധവും സമരവുമായി രംഗത്തെത്തി. ഇതിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സിനിമാ സംഘടനകളുള്ളത്. മാത്രമല്ല ഈ ഒരു ജാനകി എന്നുള്ള സിനിമയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മുൻപ് എമ്പുരാനുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വലിയ പ്രതിഷേധം സിനിമാ സംഘടനകൾക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്.
ഈ സെൻസർ ബോർഡിന്റെ മാനദണ്ഡങ്ങളിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് കൂടി സിനിമാ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഈ എന്തിനാണ് ഇത്തരത്തിലൊരു കട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വയലൻസ് കാണിക്കുമ്പോൾ അതിന്റെ തോത് എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഒരു പേരിടുന്നതിലേക്കൊക്കെ വരുമ്പോൾ അത് ഇടാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അത് അത്തരത്തിലുള്ള പേര് നീക്കം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു കാരണം വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു തോത് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് അത്തരത്തിലൊരു മാനദണ്ഡങ്ങൾ സെൻസർ ബോർഡിന്റെ ഭാഗത്തൊന്നുമില്ല. ഇതിൽ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി വരുത്തണം, ഒരു വ്യക്തത വരുത്തണം എന്ന ആവശ്യം കൂടി സിനിമാ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്.